ഇവിടുത്തെ ക്ലാസ്സിൽ ഇന്നലെയും ഇന്നിവിടെ കേട്ടതായിട്ട് എൻ്റെ മനസ്സിൽ കിട്ടിയ ബോധ്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ദാവീദ് പ്രാർത്ഥിച്ചു, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഞാൻ കരുതിയത് പാപം ചെയ്ത ദാവീദ് രാജാവ് നമുക്കറിയാം. അപ്പോൾ ദാവീദ് പാപം ചെയ്തുള്ള പരിശുദ്ധാത്മാവ് വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് നമ്മളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ദാവീദിനെ വിട്ടുപോയെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായേ. രാജകീയ അഭിഷേകം, രാജാവായതിൻ്റെ അഭിഷേകം, രാജകീയ സ്ഥാനം എടുത്ത് കളയരുത് എന്നാണ് അതിനകത്തുള്ളതെന്ന്. ക്രിസ്തുവിന്റെ പീഡാസനത്തിന്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതി. നിത്യജീവൻ നൽകുന്നു. നമുക്കുള്ള നീതീകരണം ദൈവത്തിന്റെ കൃപയിൽ നിന്നാണ്. മാമോദീസയെ പറ്റി ഏറെ ബോധ്യം കിട്ടി. മാമോദീസയുടെ സ്ഥിരമായ മുദ്രയാണ് ഇടപെട്ടിരിക്കുന്നത്. ഉത്ഭവപാപം, വ്യക്തിപരപാപം രണ്ടും ചേരുന്നതാണ് ലോകപാപം. മാമോദീസയുടെ ഓരോരുത്തരെയും ഉള്ളിൽ ജീവിതാന്തം നിശ്ചയിക്കപ്പെടുന്നു. 16-17 വയസ്സാവുമ്പോൾ അത് തിരിച്ചറിയുന്നതേ ഉള്ളൂ. പുരോഹിതനായാലും സന്യാസിനിയായാലും കുടുംബജീവിതമായാലും. മാമോദീസയുടെ കൂതാശയെ മനസ്സിലാക്കാൻ ബ്രദർ തോമസ് പോൾ നമ്മളെ ഒത്തിരി സഹായിച്ചു. കൊച്ചു പിള്ളേർ ക്ലാസ്സിലൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് മാറത്തില്ല. ക്ലാസ്സിലെ പകുതി വെള്ളം വെച്ചിട്ട് ബാക്കി വായിക്കുകയാണ്. അപ്പോൾ ഈ പകുതി വെള്ളം ദൈവിക ജീവൻ, മാമോദീസയിലൂടെ ലഭിച്ച ദൈവിക ജീവൻ, ബാക്കി ഭാഗം നമ്മുടെ പാപം, ഉത്ഭവപാപം. അപ്പോൾ മാമോദീസയിലൂടെ വെള്ളം അദ്ദേഹം നിറച്ചൊഴിച്ച് കാണിച്ചു തന്നു. അപ്പം നമുക്ക് പൂർണ്ണമായും ദൈവികതയാണ് മാമോദീസയിലൂടെ ലഭിച്ച. ഉത്ഭവം പോയി കഴിഞ്ഞു. അല്ല, മാമോദീസയ്ക്ക് മുമ്പും നമ്മളിൽ ദൈവിക ജീവൻ ഉണ്ടായിരുന്നു. മാതാപിതാക്കളിലൂടെ ലഭിക്കുന്ന ഉത്ഭവപാപത്തെ പറ്റി ഞാൻ പർവ്വതീകരിച്ച് കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴ് കൂടുതലായിട്ട് കേട്ടു അവരിലുള്ള വിശുദ്ധിയും നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടല്ലേ ബ്രദർ തോമസ് പോളിൻ്റെ നമ്മൾ കേട്ടില്ലേ, മക്കൾ 10 വർഷത്തേക്കൊക്കെ വിദേശത്ത്, അതെവിടെ ഞാൻ ഓർക്കുന്നില്ല, തിയോളജി പഠിക്കാൻ പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു തീപ്പൊരി, പരിശുദ്ധാത്മാവിൻ്റെ തീപ്പൊരി, അത് പടർന്ന് കയറട്ടെ, എങ്ങും വ്യാപിക്കട്ടെ. ഈ വിശുദ്ധി അഗ്നിയാണ്. പിന്നെ കടുകുമണിയെ പറ്റി ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. കടുകുമണി എന്ന് വെച്ചാൽ ഞങ്ങളോട് നമ്മൾ സ്ത്രീകൾക്ക് നല്ല പരിചയം, ഇടാനായിട്ട് കടുക് പൊട്ടിക്കുന്നത്. അത് ഒത്തിരി ചെറുതല്ലേ, അത്രയും വിശ്വാസം മതി. അങ്ങനെ വിചാരിച്ചുള്ളത് അതിനേക്കാൾ ചെറിയ വിശ്വാസം മതി. ആ കടുകുമണിയുടെ 10-1 ഉള്ളൂ ബൈബിളിൽ വിവരിക്കുന്ന കടുകുമണിയെ പറ്റി. പത്രോസിൽ നിന്ന് കൃപാവരം മുടന്തലിലേക്ക്, സൗളിൽ കൃപാവരം നിറഞ്ഞപ്പോഴും പൗലോസായി. ശുശ്രൂഷകരായി നമ്മളിലൂടെ ഈ കൃപാവരം മറ്റുള്ളവരിലേക്ക് ഒഴുക്കപ്പെടാൻ ഈ ധ്യാനം നമ്മളെ നയിക്കട്ടെ, സഹായിക്കട്ടെ. ഞാൻ പ്രശാന്തസിനെ ആദ്യം കണ്ടു. ധ്യാനത്തിന് കൂടെ ബുക്കിംഗ് രജിസ്റ്റർ ചെയ്ത് കയറി വന്നപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ നമ്മൾ എൻ്റെ അച്ഛൻ എന്നെ എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ അറിയാം. ഞാൻ അച്ഛ പുള്ളിക്കാരനെ ഒറ്റയ്ക്കിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടനാട്ടുകാരെത്തിയാണ് ഞാൻ. കുട്ടനാട്ടുകാരുടെ ഭാഷ പറഞ്ഞാൽ വലിയ തരത്തിൽ വെള്ളം ഇട്ടോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏതായാലും നിരാശയില്ല, വളരെ ഇന്ന് തന്നെയുമില്ല, പുതിയ ബോധ്യങ്ങൾ നമ്മളിലേക്ക് കിട്ടി. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളോടൊക്കെ തീർച്ചയായിട്ടും പറയാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്.